ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം സൂ ആണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു. വരൂ ഗെയ്സ്, നമുക്ക് ട്രിവാൻഡ്രം സൂമിലെ എല്ലാ അതിമനോഹരമായ കാഴ്ചകളും കാണാം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഗെയ്സ്. ഞങ്ങളങ്ങനെ സൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാളിന് ടിക്കറ്റിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, കുപ്പി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൊടുക്കുമ്പോൾ അവരൊരു സ്റ്റിക്കർ നമുക്ക് ഒട്ടിച്ച് തരും. എന്നിട്ട് അതിന് 20 രൂപ വാങ്ങും ഞങ്ങളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മൾ അതേപോലെ ആ കുപ്പി തിരിച്ചു കൊണ്ട് ഞങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ആ സ്റ്റിക്കർ ഇളക്കി മാറ്റിയിട്ട് 20 രൂപ നമുക്ക് തിരിച്ചു തരുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും സൂമിനകത്ത് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളിതേ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ടിക്കറ്റ് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ്. നല്ല രസമായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. അടുത്ത് നമ്മളിതാ ഉള്ളിലോട്ട് പോവുകയാണ്. അതാ ഇവിടെയാണ് മൃഗശാല പ്രവേശന കവാടം. നമ്മളിതേ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ വന്നിട്ട് പോത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ മത്സരിക്കാനൊക്കെ കൊണ്ടുപോകത്തില്ലേ, അതാണ്. അടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുരങ്ങിരിക്കുകയാണ്. അവിടെ 2 പേരിരിക്കുകയാണ് ആ മരത്തിൽ. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ എല്ലാം അവിടെയൊക്കെ കുരങ്ങാണ് ഇരിക്കുന്നത്. ബംഗാൾ കുരങ്ങ്, പലയിനം കുരങ്ങുകളുണ്ട് അവിടെ. ഇവിടെ ബംഗാൾ കുരങ്ങാണ് ഇവിടെ ഉള്ളത്. ഉള്ളിലോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല ഒരാളിങ്ങനെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ടൊക്കെ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതായത് ഉള്ളിലോട്ട് ചെന്നപ്പോൾ 2 പേരിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ കാട്ടുകോഴി, വൻതത്ത എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഹ്യൂമണാണ്. ഈ നെറ്റിൻ്റെ ഇടയിലായതുകൊണ്ട് നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. 2 പേരുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി അതിഥികളുണ്ട്, നമുക്ക് എല്ലാവരെയും കാണാം. അടുത്ത ആളിവിടെ ഇരിക്കുകയാണ്, മേളിലിരിക്കുകയാണ് ഗൈസ്. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ, നെറ്റിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അതിഥി. ഇവിടെ കൂട്ട് ഒഴിഞ്ഞിടക്കുകയാണ്, ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
നെക്സ്റ്റ് പോവുകയാണ് ഞങ്ങളിതാ. ഇവിടെ അടുത്ത ആളിരിപ്പുണ്ട്. ആമസോൺ തത്തയാണ് ഇതായിരിക്കുന്നത്. കൂടിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെയും ആരുമില്ല. കാട്ടുമൂങ്ങയാണ് ഇവിടെ ഉള്ളത്. മുകളിലിരിക്കുകയാണ് ഗൈസ്. ഇത് ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൺ കൊന്യൂർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു. നല്ല നിറഭംഗിയുണ്ട് അതിന്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒത്തിരി ഇഷ്ടമായി ഇവിടെ വന്നപ്പോഴത്തേക്ക്. ഒരെണ്ണം പറന്നുപോയി. ഞങ്ങൾ അടുത്തലോട്ട് പോവുകയാണ് ഗൈസ്. ദേ ആള് മേളിലിരിപ്പുണ്ട്. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആളെ കാണാനായിട്ട്. അടുത്തയാളെന്താ മേളിലിരിക്കുകയാണ്. എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ മേളിലിരിക്കുന്ന ആൾക്കാരാണ്. ആരും താഴെ തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മേളിലായിരുന്നു. ഞങ്ങൾ ഈ ആൾ എവിടെയാണെന്ന് നോക്കി നോക്കിയാണ് മേളിലിരിക്കുന്നത് കണ്ടത്. അടുത്ത ആൾ ഇവിടെ ഇരിക്കുകയാണ്. ഗ്രീൻ വിങ്സ് മക്കാവു. മേളിലിരിക്കുകയാണ് ആള്. നന്നായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല ഗേസ്. മേളിലാണ് ആളിരിക്കുന്നത്. അടുത്ത ആൾ ഇതായിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അടുത്ത് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ വന്നിട്ട് ഹനുമാൻ കുരങ്ങാണ്. ഒരിക്കൽ ഇവിടുന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയതാണ്. പിന്നെ അതിനെ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നു. ആളതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്, ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരും ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ, ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് കേസ്. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒളിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ഉച്ച മയക്കത്തിലാണ്. ആരെയും നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല. നമ്മൾ അടുത്തടുത്തോട്ട് പോവുകയാണ്. പക്ഷികളാണ് ഇങ്ങോട്ടുള്ളത് ഫുള്ള്. ഞങ്ങളങ്ങനെ പക്ഷികളെ കാണാനായിട്ട് പോവുകയാണ്. വെള്ളിമൂങ്ങയാണ് ഗേസ്. ആൾ ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗേസ്. നല്ല ഉള്ളിലാണ് ആളിരിക്കുന്നത്. മേളിലിങ്ങനെ കയറിയിരിക്കുകയാണ് നെറ്റിൻ്റെ ഇടയിലായിട്ട്. കടൽ പരുന്താണ് ഗേസ്. ആളും അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ട് ആള്. ഇങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ബംഗാൾ കഴുകൻ ഇരിക്കുകയാണ് അടുത്ത ആള്. എല്ലാവരും മേളിലായിരുന്നു ഗേസ്. ഹിമാലയൻ കഴുകനാണ്. ഇരിപ്പുണ്ട് അവിടെ. അടുത്തത് ഇങ്ങോട്ട് ഞങ്ങൾ അടുത്തടുത്തോട്ട് വന്നിട്ടുണ്ട്. കൊക്കുകളാണ് ഗേസ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തു നിന്ന് കാണുമ്പോൾ അതിനെയൊക്കെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്.
കൊക്കുകളാണെല്ലാം. നമ്മൾ അതിനെ കാണാനായിട്ട് പോവുകയാണ്. കുട്ടികളെല്ലാം അത് ഓടി പോകുന്നുണ്ട് അതിനെ കാണാനായിട്ട്. അപ്പുറത്ത് നിന്ന് നോക്കുന്നതിനേക്കാളും ഇപ്പുറത്ത് നിന്ന് കാണാനാണ് കുറച്ചുകൂടി ഭംഗി വരുന്നത്. എല്ലാവരും ദേ ഓടി പോകുന്നുണ്ട്. ഞങ്ങളും ദേ കൂടി പോയിട്ടുണ്ട്. എല്ലാം കൊക്കാണ് ഗൈസ് ഇവിടെ ഉള്ളത്. പലയിനം കൊക്കുകളാണ്. നമുക്കിത് എല്ലാത്തിനെയും കാണാം. അവിടെ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഇവിടെ നിന്ന് കാണാനായിരുന്നു. ദേ മേളിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അടുത്തതായി നമ്മൾ നീർനായയെ കാണാൻ പോവുകയാണ്. ഈ വെള്ളത്തിനടിയിൽ എവിടെയോ ആള് പതുങ്ങി കിടപ്പുണ്ട്. ദേ കാണുന്നതാണ് മഴമരം. പന്നികളാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഗൈസ് കണ്ടോളൂ. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. ഒരാളിങ്ങനെ വരി വരിയായിട്ടാണ് നടക്കുന്നത്. ഇത് അവിടെയാണ് അവരുടെ താമസം. അവർ വസിക്കുന്ന സ്ഥലം അതാണ് ഗൈസ്. ദേ നിപ്പുണ്ട് രണ്ടുപേരും. നല്ല രസമുണ്ടായിരുന്നു ഇവരൊന്ന് കാണാനായിട്ട്. അവരിങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. ദേ നക്ഷത്ര ആമയാണ് ഗൈസ് ഇത്. ആളെ കാണാൻ പറ്റുന്നില്ല. വെള്ളക്കോഴിയായിരുന്നു. അടുത്ത ആളിവിടെ ഇരിപ്പുണ്ട്. നന്നായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഇതായിരിപ്പുണ്ട് ആള്. അടുത്ത ആളിത് മേളിലാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അവർ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഗ്ലാസ് വഴി ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ നന്നായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അടുത്ത ആളിതാ വിശ്രമിക്കുകയാണ് അവിടെ ഇരുന്ന്. ഇങ്ങനത്തെ സിംഹമാണെന്നറിയാലോ. അത് ആള് കിടക്കയാണ്. ആള് മയക്കത്തിലാണ്. റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ആൾ ഉച്ചയ്ക്ക്. ഇവിടെ വന്നിട്ട് ഹിപ്പോപ്പൊട്ടാമസ് ആണ് ഗൈസ്. ദാ വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയാണ്. 3-4 പേരുണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. ദേ കിടപ്പുണ്ട്.
ദേ അവിടെ കാണുന്നത് കാണ്ടാമൃഗമാണ് ഗൈസ്. ദേ കാണ്ടാമൃഗം ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ദേ കാണുന്നത് കലമാനാണ് ഗൈസ്. ദേ ഇവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അടുത്തതായി നമ്മൾ സിംഹത്തിനെയും കടുവേനെയൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണത്. അതിനു മുമ്പായിട്ട് ഇതാ ഇവിടെ കുറച്ച് മാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പുള്ളിമാനാണ്. ദേ ഒത്തിരി പേരുണ്ടായിരുന്നു. ദേ ഒട്ടക പക്ഷികൾ നിൽക്കുകയാണ് ഗൈസ് ഇവിടെ. ഇത് ഇവിടെയൊക്കെ കാണാനായിട്ട് ഒത്തിരി അതിഥികളുണ്ടായിരുന്നു. ഒത്തിരി പേര് തന്നെ ഇവിടെയുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു എല്ലാത്തിനെയും കാണാൻ. ദേ ബ്രൗൺ റിയോ ആണ് ദാ നിൽക്കുന്നത്. അവർ കുറച്ച് പേരുണ്ടായിരുന്നു. ഒരാൾ മാത്രം ദേ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ദേ അടുത്ത ആൾ ദാ നിൽപ്പുണ്ട് ഇവിടെ. കുറച്ച് പേരുണ്ട് ദാ അവിടെ ഇപ്പുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അവരുടെ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഇവിടെ മാൻ നിൽക്കുകയാണ്. ഒത്തിരി പേരുണ്ട്. ഒരു പുള്ളിമാനുകളാണ്. ഒത്തിരി പേരുണ്ട്. ദേ പുള്ളിപ്പുലിയാണ് ഗൈസ്. ദോ ആളിരിക്കുകയാണ്. ഉറക്കത്തിലാണ്. ദേ ഇനിയാണ് നമ്മുടെ ആൾക്കാരുള്ളത്. നമുക്ക് അങ്ങോട്ട് കാണാൻ പോവുകയാണ് ഞങ്ങള്. ദേ ഒരാളിവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഇതാണ് ഗെയ്സ് ലിയോ. നമ്മുടെ ലിയോ സിനിമ ഇറങ്ങിയതോടെയാണ് ഇത് കയറി ഫേമസ് ആയത്. അതിനുശേഷമാണ് നമ്മളെ ട്രിവാൻഡ്രം മ്യൂസിയത്തോട്ട് ലിയോയെ കൊണ്ടുവന്നത്. ദാ ഇവിടെയായിട്ട് പുലിയാണ് കിടക്കുന്നത്. എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. ഇവരെല്ലാം നല്ലതായിട്ട് ആക്റ്റീവായി നിൽക്കുന്നത് കാണണമെങ്കിൽ രാവിലെ ഒരു 11 മണി ടൈമിലൊക്കെ ഇവിടെ എത്തണം ഗെയ്സ്. അടുത്ത സിംഹത്തിനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സിംഹവും നല്ല മയക്കത്തിൽ തന്നെയായിരുന്നു ഗെയ്സ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം. ആ ഒരു ടൈമിലൊക്കെ ഇവിടെ വന്നാൽ മാത്രമേ ഇവർ നല്ല ആക്റ്റീവായി നിൽക്കുന്നത് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവരെല്ലാം ഉച്ചമയക്കത്തിലായിരിക്കും. ദാ ഇവിടെ ചിത്രശലഭം പാർക്കാണ്. നമ്മൾ ചിത്രശലഭം പാർക്കിലോട്ട് പോവുകയാണ് ഗെയ്സ്. ഇവിടെ തന്നെ അങ്ങനെ ചിത്രശലഭത്തിനൊന്നും കാണാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവർ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചിത്രശലഭത്തിന് വന്ന് തേൻ കുടിക്കാനും എല്ലാത്തിനുമായിട്ട് അതിനുള്ള ഒത്തിരി ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങളങ്ങനെ വലുതായിട്ട് ചിത്രശലഭത്തിനൊന്നും കണ്ടില്ലായിരുന്നു ഗെയ്സ്.
ദേ ഇവിടെയും കാണാനായിട്ട് കുറച്ച് അതിഥികളുണ്ട് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു എല്ലാത്തിനെയും കാണാൻ. ദേ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇവിടെയുണ്ട്. ദേ ഇവിടെ അടുത്ത ആൾ നിൽപ്പുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മളെയൊക്കെ. ഇനി നമ്മൾ പോകുന്നത് പാമ്പിനെ കാണാനാണ്, ഉരകങ്ങൾ. പക്ഷേ ഇവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് അകത്തോട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അകത്ത് മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺ, ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളിൽ നല്ല നല്ല പാമ്പുകൾ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പുറത്തിറങ്ങി പാമ്പിനെല്ലാം കണ്ടിട്ട് മയിലാണ് ഇരിക്കുന്നത്. ഞങ്ങളത് ഇവിടെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ കപ്പിൾസായിട്ടൊക്കെ വന്ന് ഒത്തിരി പേര് ഇരിക്കാറുണ്ട്. കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടായിരുന്നു ഇവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗെയ്സ്. അകത്തെല്ലാ കാഴ്ചകളും കാണാം. ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണുകയാണ്. പുറത്ത് നല്ല പ്രകൃതി അതിമനോഹരമായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാത്തിനെയും കാണാം. ഇവിടെ എല്ലാ ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസായിട്ടും എല്ലാവരും ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഗെയ്സ് ഇവിടെ. ഇതേ കാണുന്നതാണ് ഗെയ്സ് കനകക്കുന്ന് കൊട്ടാരം. ഇതിനകത്ത് വന്നിട്ട് കാണാനായിട്ടുള്ളത് ഒത്തിരി ചിത്രങ്ങളാണ്. പഴയ രാജാക്കന്മാരുടെ റാണിമാരുടെയൊക്കെ ചിത്രങ്ങളാണ്. പിന്നെ പണ്ടത്തെ ഈ വാളുകൾ, അതൊക്കെയാണ് ഇതിനകത്തായിട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അകത്തേറാനായിട്ട് നോക്കിയായിരുന്നു ഗൈസ്. അപ്പോഴത്തെ അവിടുത്തെ ടൈം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് അകത്തേറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങളത് പുറത്തുള്ള ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല രസമായിരുന്നു എല്ലാം. ഇതാണ് കനകക്കുന്ന് കൊട്ടാരം. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു ചിത്രശലഭത്തിന് കണ്ടിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മ്യൂസിയം ഗാർഡനാണ്. ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഇവിടെ കാണാനായിട്ട്. അതിമനോഹരമായൊരു പ്ലേസ് ആയിരുന്നു. ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ട്രിവാൻഡ്രംകാരുടെ സൂമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ടാറ്റാ, ബൈ ബൈ.